നമ്മളെ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം 5 മണിയായിട്ട് നമ്മളെ സ്വന്തം കോഴിക്കോടേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നത് കൂടെ ആംബ്രുണ്ട്, നമ്മളുടെ മമ്മിയുണ്ട്. ഉമ്മ ഒരു ടാറ്റ എടുത്തേ. മമ്മിയുടെ ഭയങ്കര തിരക്കിലാണ്. മമ്മിയുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ആൾ കൂടി ഉണ്ട്. ഇന്നേ വരെ എവിടേക്കും ഇതുവരെ ട്രാവൽ ചെയ്തില്ല. പിന്നെ കോഴിക്കോടേക്കും ഫസ്റ്റ് ടൈമാണ് നമ്മളെ കൂടെ വരുന്നത്. ആരുമല്ല, നമ്മളെ സ്വന്തം ലാസി ഗൈസ്. സോ ലാസിയായി നമ്മളെ കൂടെ കോഴിക്കോടേക്ക് വരിക കേട്ടോ. അപ്പോൾ അതിനുള്ള ഫുഡും അതിൻ്റെ മറ്റതും എല്ലാ സാധനവും എടുത്തിട്ടുണ്ട്. പിന്നെ ലാസി ഒരു പാവമാണ്, കാറിലൊക്കെ അടിഞ്ഞു ഒതുങ്ങിയിരിക്കാറുണ്ട്. അപ്പോൾ കോഴിക്കോട് നമ്മൾ കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ലാസി നമ്മളെ കൂടെ ഉണ്ടാവും കേട്ടോ. സോ ആംബ്രോ പുറത്തെത്തിയിട്ടുണ്ട്, നമുക്ക് വേഗം പോവാം. ഗൈസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആംബ്രോ എത്തിയിട്ടുണ്ട്. ആംബ്രോ ലാസി ആയിട്ടാണല്ലോ. ആംബ്രോ സുഖാണോ? കുറച്ച് നേരത്തെ ആയിപ്പോ ഇന്നത്തെ കാണില്ലേ. പിന്നെ നമ്മളെ ലാജി ഇവിടെ സെറ്റാണ്. പിന്നെതാ ഉമ്മ സ്പ്രേ അടിക്കുക. ഓക്കെ, പിന്നെതാ ഉമ്മയുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഗൈസ് നമ്മൾ അങ്ങനെ പോവുകയാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ തൃശ്ശൂർ എത്തിയില്ലേ. തൃശ്ശൂർ എത്തി. നമ്മളെ ലാജിയൊക്കെ ഇവിടെ ഉറക്ക കേട്ടോ. ലാജിനെ പിന്നെ ഒരു ശല്യമില്ല, അത് അവിടെ ഉറങ്ങുന്നത്. അതേപോലെ നമ്മളെ ഉമ്മി ബാക്കിൽ ഉറക്കമാണ് അല്ലേ. ഭാഗ്യത്തിന് എനിക്ക് എന്താ അറിയില്ല, ഇപ്രാവശ്യം ഉറക്കം ഒരു ടയർഡൊന്നും തോന്നുന്നില്ല. പിന്നാണെങ്കിൽ ഇത്രക്കും നേരം ഇവിടെ 2.5 മണിക്കൂറാണ് ഇനിയുള്ളതെന്ന് പച്ചയായിരുന്നു. ഇപ്പൊ അത് മഞ്ഞായി. ഇനി കുറച്ച് അത് റെഡ് ആവും എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രക്കും നേരം സീനില്ലായിരുന്നു അല്ലേ. തൃശ്ശൂർ എത്തുന്നവരെ അതെ സെറ്റ് ആയിരുന്നു. ഇനിയിപ്പോ കാണാം എന്താണ്. നമ്മൾ കോഴിക്കോട് എത്താനായി. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പറയാൻ മറന്നുപോയി. സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഗൈസ് ഇത്രയും നേരം നമ്മൾ ആസ്വദിച്ച് പോയതിന്റെ ഒരു വലിയൊരു ഇതാണ് കാണാൻ പോകുന്നിട്ട്. നോക്കിയേ, എന്താണത്? എവിടുന്നോ സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ എടുക്കണായിരുന്നു. മേലിൽ ഇങ്ങനെ കാണിയിരുന്നു. പിന്നെ എവിടെങ്കിലും ഒരു അവസാനം ഉണ്ടോ? നീണ്ടു കിടക്കട്ടെ റെഡ്. അല്ലാ, ഈ വളവ് വരെ റെഡ് ആണ്. ഇത് ഏതാ സ്ഥലോ? നോക്കിയേ, ഇതൊരു ഭംഗിയെ കാണാൻ. ഇപ്പൊ ഭംഗിയില്ല, അത് അവിടേക്ക് കാണുന്നില്ലേ കേസ്. കണ്ണിനോടെ കാണുന്നുള്ളൂ ഭംഗി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ആ സൈഡിലാ ഉമ്മ നോക്ക്, നല്ല ഭംഗിയില്ലേ കാണാന്. എന്റെ മടിയില് ലാസി. നമ്മളുമ്മ മോമോസ് ഒക്കെ സെറ്റ് ആക്കിട്ടാ കൊണ്ടുവന്ന കേട്ടോ. ലാച്ചി വേറെന്താ ഫുഡ് തരാട്ടോ. അതെ, നിങ്ങളവിടെ ജീവനോടെ ഉണ്ടോ? ഒന്നുകൂടി നോക്കി അങ്ങോട്ടാ. ചിന്തണ്ട ഡ്രസ്സില്. ഗൈസ് ഉമ്മ ഉറക്കുന്ന എണീറ്റിട്ടേ ഉള്ളു കേട്ടോ. ഇനി ആകെ 1.5 മണിക്കൂർ കൂടി ഉള്ളു ഉമ്മ. ഗൈസ് നമ്മൾ എവിടെ പോവാണെങ്കിലും ഈ സംഭവം കണ്ടാ നിർത്തി ഞാനും ഉമ്മ കുടിക്കില്ല. ഉമ്മന്റെ എന്താണ് ഉമ്മന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ, കരിക്കും ഇത്. അതെവിടെ കണ്ടാലും നിർത്തി കുടിക്കും. ഉമ്മങ്ങള് ഇതൊക്കെ സെയിം ആണല്ലോ ഉമ്മ കളറ്. പിന്നെ ഗൈസ് നമ്മളെ ലാജിക്ക് വേണ്ടി കുറച്ച് സ്പേസ് ഇട്ട് വെച്ച് ലാജി സീറ്റിന്റെ ഉള്ളിലുണ്ട് കേട്ടാ. നോക്കിയിരിക്കുന്നേ ലാജി. ആംബർ അല്ല, ഞാൻ കരിക്ക് കുടിച്ച ആംബർ ഫുള്ളു. ഗൈസ് ഞാൻ ആംബർ വേണം, ഇനി കരിക്കാണ്. ഞാൻ പിള്ളേര് കുടിച്ചു പോയി. അത് സീനല്ലോ, സീണ്ടോ? ഒരു ഉപ്പിലിട്ട് ഇത് എടുക്കട്ടെ. ബത്തക്ക വേണ്ട, അത് ബത്തക്കല്ല. എന്നാലും വേണ്ട, എനിക്ക് തന്നാള്. നല്ല താങ്ക് യു. ഗൈസ് നമ്മളെ ലാസ്റ്റ് അവിടെ ഉണ്ട്. ലാജിക്ക് ചെറുതായിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം. നമ്മൾ കഴിക്കില്ല, നുള്ളു കൊടുക്കാം കേട്ടോ. കുറച്ച് കൊടുക്കുന്നുള്ളൂ, കാരണം ടൈം ആയില്ല അതിന് കഴിക്കാൻ. ഗൈസ് നമ്മൾ വന്ന് കുറ്റിപ്പുറം പാലം, ഇത് കുറ്റിപ്പുറം പാലല്ലേ? കുറ്റിപ്പുറം പാലം എത്തിയിട്ടാ. നോക്കി, അവിടെ വെള്ളം ഇല്ലാത്ത മരുഭൂമി. പിന്നെ നോക്കി, നമ്മൾ നല്ല ഭംഗിയുള്ള സ്ഥലത്തേക്ക് എത്തി. തേങ്ങകൾ ഒരുപാട് ഇതാ, അല്ല തെങ്ങുകള്. ഇനി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് എന്റെ പിന്നെ ചെയ്യാം എല്ലാം ശരിക്കും. നോക്ക്, ഞാൻ ഉണ്ടായപ്പോ മാറ്റങ്ങൾ. ഞാൻ ഇറങ്ങി കഴിഞ്ഞവര് ഇന്റർനാഷണൽ പക്കാക്കി. ഞാൻ ഉണ്ടായ ടൈമിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ ബ്ലോക്ക് ഇതൊക്കെ ഇങ്ങനെ വർക്ക് ആയോണ്ട് യൂണിഫോം. ഇത് ഞാൻ ഇറങ്ങി കഴിഞ്ഞവരാണ് ഈ യൂണിഫോം വന്നത്. ഗൈസ് നമ്മൾ അങ്ങനെ കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് എത്തി. ഞാൻ പഠിച്ച സ്കൂളാട്ടോ അത്, കോവൂരിലെ മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. ഞാൻ ഇറങ്ങി കഴിഞ്ഞവരെ അവര് യൂണിഫോം ബെറ്റർ ആക്കി. പിന്നെ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ ഒരുപാട് വന്ന്, കുഴപ്പമില്ല, എല്ലാം നല്ല രസമുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ടാണ്?
ഇനി നമ്മള് ഞാനും ഇമ്മയും പിരിയാൻ പോവുകയാണ്. ഉമ്മ നമ്മള് പിരിയാൻ പോവാട്ടോ. ആദ്യം വണ്ടി എവിടെയെങ്കിലും സൈഡ് ആക്കിയിട്ട് നമുക്ക് പിരിയാം. ഓക്കെ, അപ്പൊ ഉമ്മ ഫാമിലിനോടൊക്കെ പോലെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിട്ട് വരാട്ടോ മമ്മി. നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഉണ്ടാവും. ഇന്നിപ്പോ നമുക്ക് വേറെ ഒരുപാട് ഉമ്മ ഒന്ന് ടാറ്റ എടുക്ക്. വേറെ പരിപാടികളുണ്ട് നമുക്ക്. ഒരു ബൈ ബൈ പറ. മെഡിക്കൽ കോളേജ് ഇറങ്ങി കിട്ടോ. ഇനി നമ്മൾ എവിടേക്കാ പോകുന്നത്? നമ്മള് രാമനാട്ടുകര കടലുണ്ടി പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, നമ്മളെ കോഴിക്കോട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെ മീറ്റ് ആക്കാൻ പോവാണ്. ഇമ്മക്ക് ഇവിടെ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, വീടിന്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മ അതിന്റെ തിരക്കിലാണ്. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും മീറ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ നമുക്ക് നേരെ രാമനാട്ടുകര എന്നിട്ട് ഫുഡ് കഴിക്കാം. നമ്മളങ്ങനെ ഇമ്മനെ ഡ്രോപ്പ് ചെയ്ത് ഫ്രണ്ട്സിനെ കാണാൻ പോയി. അവിടുന്ന് അവരിന്ന് ഒരാളെ വിളിച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇത് ഏതാ സ്പോട്ട്? അപ്പൊ മറന്നു. ഇതാണ് നമ്മളെ കണ്ണൻ. എന്ത് കണ്ണനാണ്? ശരിക്കത്തെ പേര് വൈഷ്ണവ്, പക്ഷെ നമ്മളെല്ലാരും കണ്ണൻ കണ്ണൻ എന്ന് വിളിക്കില്ലേ. ഇവിടെ കോഴിക്കോടാട്ടോ. കോഴിക്കോട് കടലുണ്ടി ഫറൂഖ് പറഞ്ഞ സ്ഥലത്ത് അല്ലേ. ഇത് മലപ്പുറം, അതാ കോഴിക്കോട്. അപ്പൊ നമ്മള് മലപ്പുറത്തിന്റെ കോഴിക്കോടിന്റെ ഇടയിലാണ് നിക്കുന്നത്. അല്ലല്ല, മലപ്പുറത്താണ് നിക്കുന്നത്. ആ, അത് കോഴിക്കോട്. ഓ, അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. 1:30 അപ്പൊ ഈ സ്പോട്ട് നമ്മളെ കണ്ണൻ ബ്രോ ആണ് പറഞ്ഞത്. ഇത് ഏതാ സ്പോട്ട്? കോട്ടക്കടവിലത്തെ ഒരു ചേച്ചി എന്താണ് പിന്നെ നിങ്ങളെ സ്പെഷ്യൽ സാധനം കാളാഞ്ചി. എപ്പോഴും ആംബ്രോ പറയും കാളാഞ്ചി 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 കേട്ടോ. എന്തായാലും ഫിഷ് നമുക്ക് പോയി നോക്കാം. എന്നിട്ട് എത്ര ടൈം എടുക്കും? 10-15 മിനിറ്റ് എടുക്കും തോന്നിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ കണ്ട് നമ്മൾ മലപ്പുറത്തും കോഴിക്കോടും ഒന്ന് കണ്ടിട്ട് വരാം. ചെമ്മീൻ കഴിക്കും. എനിക്ക് ആകെ അറിയ കരിമീനും ചെമ്മീനും. അത് ഇത്ര എളുപ്പമുള്ള ചെമ്മീൻ ഇതുവരെ കണ്ടില്ല. കാളാഞ്ചി അതുമായിട്ട് എന്താ ബന്ധം? അല്ല, ഡിഫറൻസ് എന്താ? നോക്കി കാളാഞ്ചി പിന്നെ ഒരുപാടായി പറഞ്ഞു. കാളാഞ്ചി ഓക്കെ. ഏതാ കാളാഞ്ചിയില്? ആ, കാളാഞ്ചി. ഓക്കെ, ഓക്കെ. ചെമ്മീനാണോ കൊഞ്ചാണോ? കാരച്ചെമ്മീൻ. ആംബ്രോക്ക് ഡയറ്റ് ഇല്ല ഇന്ന്. ആംബ്രോ എന്തൊരു ഫസ്റ്റ് ടൈമിൽ ഇത്ര ചോറൊക്കെ കഴിക്കുന്നേ. അതെ അതെ അതെ, നാടൻ. ഞാൻ കുഴിയാക്കാം. ഗൈസ്, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. എന്താ? കാളാഞ്ചി. ഇതെന്താ കാള പേരുള്ള റീസൺ എന്താ? കാളയിൽ വല്ല ഉണ്ടായ സാധനമാണോ? അശ്ശേ ആംബ്രോ, ഇനി വേണ്ട. ഇത് ഞാൻ എടുക്കട്ടെ ഒന്ന്. നോക്കി എന്റെ വലുപ്പ് നോക്കി. എന്റെ കൈൻ്റെ അത്ര ഉണ്ട്. ടേസ്റ്റ് ഇട്. ഇത്രയും വലിയൊരു കൊഞ്ച് കാണുന്നത്. കൊഞ്ചല്ല, ചെമ്മീൻ. ഇതെങ്ങനെ കഴിക്കാൻ പറ്റും? ഇതൊരു വെയിറ്റ് നോക്കിയിട്ടല്ലേ പൈസ പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ. ഇതെങ്ങനെ കഴിക്കുക? നിങ്ങൾ കഴിച്ച് തൊലി പൊളിക്കുക. രണ്ട് കൈ വേണ്ടി വരും. ഇത് പൊളിച്ചതാ. ചൂടുണ്ടാവും. നമ്മൾ പൊളിച്ചിട്ട് കാണുന്നതാട്ടോ. ക്യാമറ ഭയങ്കര വിശന്ന് ഇരിക്കുന്നതാണ് തോന്നുന്നു. ഒറ്റയ്ക്ക് ഫുള്ള് കഴിച്ചു. ഞാൻ കഴിച്ചോളാം. ഇത് വലിയ നിറഞ്ഞെടുക്കുന്ന കഷ്ണം കൊള്ളാട്ടെ. പിടിച്ചിനുള്ളില്
നമ്മൾ ചെമ്മീൻ തന്നെ, പക്ഷെ സൈസ് കുറച്ച് ഡിഫറെന്റ് ഉണ്ടെന്നുള്ളൂ. ടേസ്റ്റ് സെയിമാ. കൊഞ്ചല്ല ചെമ്മീൻ. അവിടേക്ക് കൊഞ്ചെന്ന് പറയാം. ചെറുതായിട്ടുണ്ടാവും, ചാൻസ് കുറവാണ്. എന്തെങ്കിലും ഉണ്ടാവും, ചെറുതായിട്ടുണ്ടാവും. ടേസ്റ്റ് ഉണ്ട്. ഒന്നും ഇല്ല ഉള്ളിൽ, പക്ഷെ അതിന്റെ ഷെല്ല് കൊള്ളാം. എനിക്കൊന്നും തിന്നാൻ തരുന്നില്ല. ഫുള്ള് നോക്കി എൻ്റെ ചെമ്മീനെ അടിച്ച് മാറ്റി. ഇവിടെ എനിക്ക് കോല് മാത്രം തരുന്നതാണ് കഴിക്കാൻ. അവിടെ കോല്, ഈ കോല് തരും എനിക്ക്. ഇത് നോക്കി, ഇതില്ല, തീർത്തു. സമാധാനത്തോടെ കഴിച്ചേക്കാം. സുഹൃത്ത് വേണ്ടി ഹെൽപ്പ് ചെയ്തതാണ് ഇപ്പൊ പ്രശ്നം. ബ്രോ പൊളിച്ചു കൊടുത്ത് ഒരു സുഹൃത്തിന് വേണ്ടി പൊളിച്ചു കൊടുത്തത് വലിയ തെറ്റ്. നിങ്ങളാരും മീൻ്റെ കണ്ണ് കഴിക്കാറില്ല? കണ്ണ് ഞാൻ കഴിക്കുന്നുണ്ടിട്ട് ഇവർ പേടിക്കുന്നു. ചുവന്നെടുത്തിട്ട് ഇഷ്ട കണ്ണ് കഴിക്കില്ല. ആ പിന്നെന്താ, കണ്ണ് ഇത് കഴിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇഷ്ടത്തെയാണ്. ആംബ്ര ഫുള്ളാക്കി ഞാൻ ലാസ്റ്റ് പിടി. ഗൈസ് ലാസ്റ്റ് ഇവിടെ കിടന്നുറങ്ങാണ്. നമ്മളെവിടേക്കാ പോകുന്നത്? ആനക്കാപ്പോയിൽ പറഞ്ഞൊരു വാട്ടർഫാൾ അല്ലേ, അവിടെ പോവാണ് കേട്ടോ നമ്മൾ. അപ്പൊ ഇരുടാതിന് മുമ്പ് പോകണം. എത്താനായോ? ഒരു മണിക്കൂറിന്റെ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തിട്ട്. അപ്പൊ വൈബ് പാട്ടൊക്കെ വെച്ച് എല്ലാരും ഡാൻസ് കളിച്ചിട്ട് നമ്മള് പോകുന്നത്. സഹോദരൻ സുഹേൽ ബ്രോനെ കാണിച്ചോട്ടെ. വേറെ ഫ്രണ്ട് കൂടി ജോയിൻ ചെയ്തു. പക്ഷെ ആള് ഭയങ്കര ഷൈ ആണ്. സോ വീഡിയോയിലില്ല, പക്ഷെ വൈബ് ആക്കാനുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളിപ്പോ തിരുവമ്പാടി അല്ലേ? തിരുവമ്പാടി ഇനി എത്ര ഉണ്ട്? ഇത് ഒരുപാടായല്ലോ. 20-25 കിലോമീറ്റർ. ഓക്കെ, അത്ര കൂടെ ഉള്ളൂ അല്ലേ? കുഴപ്പമില്ല. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. അധികം ഇരുടൊന്നും ആവത്തില്ല അല്ലേ? ചെവി അടിഞ്ഞ എനിക്ക്. നല്ല ഹൈറ്റിൽ ഇപ്പൊ നമ്മൾ എത്തിയോ? ഓ കാണാട്ടെ, കോട കാണാൻ ചെറുതായിട്ട് നമ്മളിപ്പോ എത്തിയോണ്ടിരിക്കല്ലേ. അപ്പൊ നല്ല സ്ഥലം. ഓക്കെ. എന്നെ പറഞ്ഞ അറിയത്തില്ല ഈ സ്ഥലത്തിനെ പറ്റി. എന്താണ് ഇത്ര വീതിയിൽ ഒരു നാട്ടുംപറ. പക്ഷെ ഇവിടുന്ന് ഇനി അവിടെ എത്തിയിട്ടാണ് നമ്മളെ തുരങ്കല്ലേ, വയനാട് മേപ്പാടിലേക്ക്. അത് അവിടുന്നാ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇത് വീതി കൂട്ടണം തോന്നണ്. ഓ, വീതി കൂട്ടാണ് പരിപാടി അല്ലേ? ഓ, അതാണ് നാട്ടുംപറ. അത് അവിടെ ഫുള്ള് കോട. അവിടെ വലിയൊരു മല ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് നമ്മള് സ്ഥലം എത്താനായിട്ട്. പക്ഷെ എന്റെ ചെവി അടിഞ്ഞ് ബ്രോ, പക്കന്റെ ചെവി നല്ല ഹൈറ്റിലോട്ട് നമ്മളിങ്ങനെ ചുരം കേറുന്ന ടൈപ്പ് ഇല്ലേ? അതേപോലെ കേറിപ്പോ ചെവിന്റെ പക്ക അടിഞ്ഞ്. പക്ക ലാജിയുടെ അടിഞ്ഞുണ്ടാവും തോന്നുന്നു. ലാജിയൊക്കെ ഇവിടെ കിടക്കുക കേട്ടോ. ഇനി എത്ര ഉണ്ട്? ഇനി കുറച്ചുള്ളൂ. 10 മിനിറ്റ് ഉള്ളൂ. ആംബ്ര ഈ സ്ഥലത്ത് വന്നതിന് മുമ്പ് ആണല്ലേ? കോഴിക്കോടായിട്ട് ഞാനിപ്പോ വന്നിട്ടില്ല. അതെ. ഇവര് പറഞ്ഞത് കണ്ടിട്ട് പോയാൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ഇത് കാണാന്ന് വിചാരിച്ചിട്ടോ. ആ സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് കാണാം. ഈ സ്ഥലങ്ങളൊക്കെ കണ്ട്. ഈ വീടൊക്കെ എന്താണ്? ആദിവാസികളുടെ സ്ഥലം അല്ലേ? ഓക്കെ. എന്താണ് സ്ഥലത്തിന്റെ പേര്? ആനക്കാപ്പൊയിൽ. ആ സ്ഥലം ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ അപ്പൊ ആദിവാസികളുടെ സ്ഥലങ്ങളാണ് അല്ലേ? മനസ്സിലായി. ഒരുപാട് കാലമായിട്ടുള്ള. ഇപ്പൊ നമ്മൾ എത്താനായോ? 40 കിലോമീറ്റർ ഒക്കെ പറഞ്ഞിട്ട് 100 എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ഡ്രൈവ് ചെയ്യണോ? ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ. ഗൈസ് നമ്മളെ സ്ഥലത്ത് എത്താനായില്ലേ?
ഒരു 10 മിനിറ്റ് കൂടെ. ഇനി ഒരു 10 മിനിറ്റ് കൂടെ. ഇപ്പൊ നമ്മള് നല്ല ടോപ്പിലാണ് നിൽക്കുക. കാരണം എന്റെ ചെവി കണ്ടിട്ട് എനിക്ക് ഒരു ഇതില്ല. നമ്മൾ സീറ്റ് മാറിയിട്ട് എന്നിട്ട് ഇനി കുറച്ച് നമ്മൾ ഡ്രൈവ്, ഇനി കുറച്ച് ഞാനും ഡ്രൈവ് ചെയ്യും. ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ? ഓക്കെ, വരുമ്പോ ഡ്രൈവ്. ഇപ്പൊ ഒരു ഹൈറ്റിൽ കേറി പോവാണ്. നോക്കി പൂവ്, ഈ പൂവ് എന്ത് പൂവാണ്? കോളാമ്പി. നോക്കി, അത് കോടമഞ്ഞല്ല അത്. അപ്പൊ നമ്മളിപ്പോ അവിടേക്കാണ് പോകുന്നത്. ടോപ്പിലെത്തി. അത് വയനാട് അതിന്റെ കടലുള്ള ഏറ്റവും മുകളിലുള്ള മലകളാണത്. സീനട്ടോ. എന്താണ് ഇപ്പൊ ഇവിടെ എന്തോ റെസ്ട്രിക്ഷൻ ആട്ടോ ഗൈസ്. ഇവിടെ എന്താണ് എന്ത് പാത വരുന്നേ? മേപ്പാടിയിലേക്കുള്ള ടണലില്ലേ? മേപ്പാടിലേക്കുള്ള ടണല് വരികയാണ്. പുതിയ. ഓക്കേ, പണ്ട് ഇതിങ്ങനെ നല്ല മരങ്ങൾക്കിടയിലൂടെ കല്ലൊക്കെ ചവിട്ടാ. അപ്പൊ ഇവിടെ ഇപ്പൊ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റത്തില്ല. ഇല്ല, ജസ്റ്റ് കണ്ടിട്ട് വരാം. ഇപ്പൊ ജസ്റ്റ് നമ്മൾ കണ്ടിട്ട് വരിക കേട്ടോ. നമ്മൾ അവരുടെ പെർമിഷൻ ചോദിച്ചു. ഇവിടെ ഫുള്ള് പണിയാട്ടോ. അശ്വടാ, നല്ല സ്ഥലമായിരുന്നു ഇവര് പറയുന്നത്. അശ്വടാ, ഇപ്പോഴൊന്നും കാണാൻ പറ്റിയില്ല. സൺസെറ്റ് അല്ലേ? സൺസെറ്റിങ്ങിൽ കാണട്ടെ. കറക്റ്റ് ടൈമിന് ഇവിടെ പണിയൊക്കെ ആയി പോയി അല്ലെ? എന്ത് കഷ്ടല്ലേ ബ്രോ. എത്ര നേരം എടുത്ത് നമ്മളിങ്ങോട്ട് പോകുന്നത്. അതെ, ഇവരൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് വന്നത്. പക്ഷെ ഞാൻ വരുമ്പോ എന്താ എപ്പോഴും ചമ്മി പോകുന്നത്. പക്ഷെ എന്തായാലും ഒരു പൂവും കിട്ടി. അതെ, സൺസെറ്റ് കാണാനായി. ഓക്കെ, പക്ഷെ രസമുണ്ട്. ഇവിടെ തണുപ്പുണ്ട് നല്ലോണം. അതെ, വെള്ളച്ചാട്ടം എവിടെയെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മളെ ലാജി കാറിലുണ്ട്. ലാച്ചി തത്തിന്റെ വാവേ. ലാജി നമ്മൾ പുറത്ത് പോകുമ്പോ ലാജി ഇവിടെ കേറിയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ കൂടെ സീറ്റിലിരിക്കും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇത് ഏതായാലും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നെക്സ്റ്റ് റൂട്ടിൽ പിടിക്കാം. നേരത്തെ പോയ സ്ഥലത്തൂടെ പോകാൻ പറ്റാത്തോണ്ട് നമ്മളെ കണ്ണൻ ബ്രോയും വേറെ സ്ഥലം കണ്ടുപിടിച്ചില്ലേ? ഈ സ്ഥലമാണ് നേരത്തെ നോക്കി വെച്ചു, പക്ഷെ വേറെ റൂട്ട് കണ്ടുപിടിച്ചു. അതാണ് ഓക്കെ. നമ്മൾ നേരത്തെ സെറ്റായി പോയിരുന്നു. പക്ഷെ എന്തോ നോക്കി സീന് നല്ല തണുപ്പുണ്ട് കേട്ടാ. അമ്പപ്പൊളി. ഇവിടെ വേറെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടൊക്കെ വെള്ളം വരുന്ന സ്ഥലല്ലേ? അതാണ് ഇവിടുത്തെ കല്ലുകളൊക്കെ ഉരുണ്ട് കിടക്കുന്നിട്ടോ. വെള്ളം ഒഴുകിയുള്ള ഫ്ലോയിലിട്ടോ. നമ്മളെ സ്ഥലത്തെത്തി. അമ്പോ, ഇതാണ് നിങ്ങൾ പറഞ്ഞ സ്ഥലം? അതല്ല സ്ഥലം. ഇതേപോലെ തന്നെ അടിപൊളി സ്ഥലം അവിടെ ഉണ്ട്. അവിടെ ഈ തുരങ്കപാത വരണോണ്ട് ഒരു ബ്ലോക്ക് ചെയ്തോണ്ട് നമ്മള് പുതിയ സ്ഥലം കണ്ടുപിടിച്ചു. അതെ അതെ അതെ. പക്ഷെ ഇത് കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. എന്തൊരു ക്ലിയർ വെള്ളാട്ടോ. നോക്കി, നല്ല ക്ലിയർ. ഇത് ജസ്റ്റ് ഒന്ന് കാല് വെച്ചോ, അതിന്റെ തണുപ്പ് നോക്കാം. ഞാനൊന്ന് കാലിട്ട് നോക്കാം. ജീൻസ് അങ്ങോട്ട് കയറ്റി വെച്ചോണ്ട് അല്ല നനഞ്ഞു. ഓൻ കഴിക്കോ? ചാടാ ചാടാന്നുണ്ട്. പക്ഷേ സെറ്റ് ഭംഗിയുണ്ട് കാണാൻ. സ്ഥലം കൊള്ളാട്ട്. സെറ്റ് ഇട്ടാ കുറച്ചുകൂടി നേരത്തെ കുറച്ചുകൂടി ലൈറ്റ് ഇടാം. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഡാർക്കായി പോയി. പക്ഷെ സ്ഥലം നോക്കിയാൽ നീ കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കേസ് നിൽക്കുന്നത്. കൊള്ളാം. എന്താണ് കണ്ണൻ ബ്രോ, അടിപൊളി. മറ്റേ സ്ഥലം സെറ്റ് ആയില്ലെങ്കിൽ നമ്മള് വേറെ സ്ഥലോ. ഞാൻ വിചാരിച്ചൊന്ന് അത് നമ്മള് ചോദിച്ചു വന്നു. പക്ഷെ ഇത് കൊള്ളാം. ഈ ശബ്ദമല്ലേ എന്തൊരു അടിപൊളി. നല്ല ക്ലിയർ വെള്ളം. സെറ്റ്. നേരെ അവിടെ നിന്ന് വിട്ട് വീട്ടിലേക്ക് എത്തിട്ടോ. നമ്മള് സിറുത്താന്റെ വീട്ടിലാണ് ഇത് നിൽക്കുന്നത്. സോ വീട്ടിലെത്തി നേരെ കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. ഉറങ്ങട്ടെ, എന്നിട്ട് നാളെ രാവിലെ 6 മണിക്ക് എണീക്കണം. അവരപ്പത്തേക്ക് ഒരു 6 മണിക്ക് എണീച്ച് പിന്നെയും പോകാനുള്ളത്. സോ നാളെ കാണാം ഗൈസ്. ബൈ.